2024 നവംബർ 23 ധന്യനിമിഷങ്ങൾക്ക് വേദിയായി USA ടെക്സസിലുള്ള സെന്റ് മേരീസ് കാത്തലിക് സെന്റർ 29 വ്യക്തികൾ ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് സെന്റ് മേരീസ് കാത്തലിക് സെന്റർ സാക്ഷ്യം വഹിച്ചു. ഇതേ ദിവസം തന്നെ 21 പേർ സ്ഥൈര്യലേപന കൂദാശ സ്വീകരിക്കാനും എത്തിച്ചേർന്നിരുന്നു. കോളേജ് സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് കാത്തലിക് സെന്റർ A&M യൂണിവേഴ്സിറ്റി ആൻഡ് ബ്ലിൻ കോളേജ് ടെക്സസിലെ വിദ്യാർത്ഥികൾക്കും പ്രാദേശിക ഇടവകാംഗങ്ങൾക്കും ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാത്തലിക് ക്യാമ്പസ് മിനിസ്ട്രിയാണ്. ദിവസേനയുള്ള വിശുദ്ധ കുർബാന കൂടാതെ പ്രതിമാസാരാധന, ബൈബിൾ പഠനങ്ങൾ, ധ്യാനങ്ങൾ, മിഷൻ യാത്രകൾ എന്നിവയിലൂടെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആഴത്തിൽ വളരാൻ വിദ്യാർത്ഥികൾക്ക് സെന്റ് മേരീസ് സെന്റർ ധാരാളം അവസരങ്ങൾ നൽകുന്നു. പാസ്റ്റർമാരും ഫോക്കസ് മിഷണറിമാരും നയിക്കുന്ന വിവിധ വിദ്യാർത്ഥി സംഘടനകൾ യുവാക്കളെ യേശുവിനെ കണ്ടുമുട്ടാനും ക്രിസ്തുവുമായുള്ള ബന്ധം വളർത്താനും ആധികാരികമായ സൗഹൃദങ്ങളും സമൂഹവും കണ്ടെത്താനും പ്രാപ്തരാക്കുന്നു. കത്തോലിക്ക സഭയിൽ ചേരാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി സെന്റ് മേരീസ് സെന്റർ ആഴ്ചതോറുമുള്ള ഓർഡർ ഓഫ് ക്രിസ്ത്യൻ ഇനീസിയേഷൻ ഓഫ് അഡൽട്സ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. 1927 വിദ്യാർത്ഥികൾക്കുള്ള ആദ്യത്തെ ദേവാലയ കെട്ടിടം സെന്റ് മേരീസ് കാത്തലിക് സെന്ററിൽ നിർമ്മിച്ചത്. 2023 വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കിലെടുത്ത് നിലവിലെ ദേവാലയം നിർമ്മാണം പൂർത്തിയാക്കി. രാജ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ടെക്സസിലെ A&M യൂണിവേഴ്സിറ്റി. ഏകദേശം 75,000 വിദ്യാർത്ഥികളുള്ള യൂണിവേഴ്സിറ്റിയിൽ 1% കത്തോലിക്കരാണ്. ക്രൈസ്തവ ആക്രമണങ്ങളും ക്രൈസ്തവ വിരുദ്ധതയും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്ന ഇത്തരം പരിവർത്തനങ്ങൾ തികച്ചും പ്രതീക്ഷാജനകമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.